ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലി. I have to manage everything. Fill the blanks. അത് കറക്റ്റ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ വരെ കമ്മിറ്റിയിൽ. ഇത്രയും വലിയൊരു കമ്മിറ്റി ഞാൻ ആദ്യമായിട്ട് കാണുക. Alex, you come here. നീ അലക്സിനോടൊന്ന് ചോദിച്ചു നോക്കി. പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ എന്തുമാത്രം പാടുപെട്ടു. I got 80 calls on my mobile. അയ്യോ, എന്തു പറയാനാ. നാട്ടിലെ കലാകാരന്മാരുടെ ലിസ്റ്റ് എടുത്ത് മുഴുവൻ വിളിച്ചു നോക്കി. ക്രിമി ടോമി മുതൽ ചാനൽ റിയാലിറ്റി സിംഗേഴ്സ് വരെ. ഇവരെ എല്ലാം ഇവിടുത്തെ മറ്റു പള്ളിക്കാർ ഓൾറെഡി കൊണ്ടുവന്നത് കൊണ്ട് അവർക്കാർക്കും താല്പര്യമില്ല. ഞാൻ ആക്ച്വലി fill up the blanks. എംബസി വഴി ഞാൻ ഒബാമയെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. പക്ഷേ നമ്മുടെ അച്ഛന് ഭയങ്കര അമേരിക്കൻ വിരോധിയാണ്. നമ്മുടെ അച്ഛന് നാടൻ ആചാരങ്ങളോടാണ് താല്പര്യം. അതെ, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ എൻ്റെ കയ്യിലൊരു പാർട്ടിയുണ്ട്. സംഗതിയും വളരെ വ്യത്യസ്തമാണ്. ഒരു ഓട്ടം തുള്ളൽ. ഓട്ടം തുള്ളലോ? അതൊരു ഓൾഡ് ഐറ്റം അല്ലേ? ക്യാൻ വി ഹാവ് സംതിങ് ന്യൂ? അതിവിടെ നോ. ജോമോനെ, ഈ ഓട്ടം തുള്ളൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചുറ്റുപാടുകളുമായി എന്തെങ്കിലും ബന്ധമുള്ള കഥയാണോ? അതെ, നമ്മുടെ സഭാചരിത്രവുമായിട്ട് ബന്ധമുള്ള കഥയാണ് ഓട്ടം തുള്ളലായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. അവരുടെ ടീം മാനേജറിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അവരെന്നോടൊന്ന് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ. ദാ എത്തിപ്പോയല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ മാനേജർ. കാര്യങ്ങളൊക്കെ നേരിട്ടങ്ങ് ചോദിച്ചോളൂ. ഞങ്ങൾക്ക് ഈ ഓട്ടം തുള്ളലിനെ പറ്റി ഒന്നും വലിയ വിവരമില്ല. എങ്ങനെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ അമേരിക്കയിൽ ഒരു മാർത്തോമ പള്ളിയിൽ നടത്താൻ വെച്ചിരിക്കുന്ന ഒരു കഥയുണ്ട്. വേണമെങ്കിൽ അതിവിടെ അവതരിപ്പിക്കാം. ഓ, നിങ്ങൾ അമേരിക്കയിലൊക്കെ പ്രോഗ്രാം നടത്താറുണ്ടോ? അത് കൊള്ളാമല്ലോ. ആട്ടെ, കഥ എന്താണ്? ഒരു ക്രിസ്ത്യൻ ചരിത്രമാണ്. കേരളത്തിൽ തോമാസ് ലീഹ വന്നത്, സഭ ആരംഭിച്ചത്, മർത്തോമാ സഭയുടെ ആരംഭം, വളർച്ച, വിദേശങ്ങളിലെ സഭ, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. കൂട്ടത്തിൽ കുവൈറ്റിന്റെ കഥ കൂടെ പറയുമോ? അതൊക്കെ നമുക്ക് റെഡിയാക്കാം. കഥ പറയുന്നതൊക്കെ കൊള്ളാം. ഫൈനൽ സ്ക്രിപ്റ്റ് അതിന്റെ 2 copies അതെനിക്ക് കിട്ടണം. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് വേണോന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. നോ പ്രോബ്ലംസ്. പ്രശസ്ത തുള്ളൽ വിദഗ്ധൻ കലാമണ്ഡലം ആഷിയും സംഘവും ഇപ്പോൾ ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നടത്തിയേക്കാം. റേറ്റും കാര്യങ്ങൾ യു ഹാവ് ടു ടെൽ മീ ബിഫോർ. ഓക്കെ? സെന്റ് തോമസ് ചർച്ചിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ അല്ലേ ഇത്? ഞങ്ങളുടെ വക ഫ്രീ. എന്താ, ഓക്കെ അല്ലേ? എങ്കിൽ ഡബിൾ ഓക്കെ. ദാ പോയി ദേ വന്നു. ഓട്ടം തുള്ളൽ കഥയുര ചെയ്യാം, നമ്മുടെ സഭയുടെ കഥ കേൾക്കണ്ടേ. ഇക്കഥ കേട്ടാൽ നിങ്ങളിൽ ആർക്കും പരിഭവമൊന്നും തോന്നരുതയ്യോ. ഇക്കഥ കേട്ടാൽ നിങ്ങളിൽ ആർക്കും പരിഭവമൊന്നും തോന്നരുതയ്യോ. പണ്ടൊരു നാളിൽ കേരള നാട്ടിൽ തോമാസ് ലീഹ കപ്പലിറങ്ങി. പണ്ടൊരു നാളിൽ കേരള നാട്ടിൽ തോമാസ് ലീഹ കപ്പലിറങ്ങി. യേശുവിൻ വചനം, യേശുവിൻ സ്നേഹം ദേശമതെങ്ങും മാറ്റൊലി കണ്ടു. കേട്ടവർ വചനം ഗ്രഹിച്ചു, സ്നാനമതേറ്റു ക്രിസ്ത്യാനികളായി. ക്രിസ്തുമതത്തിൻ വേരുകൾ അങ്ങനെ കേരള നാട്ടിൽ വളർന്നു തുടങ്ങി. ക്രിസ്തുമതത്തിൻ വേരുകൾ അങ്ങനെ കേരള നാട്ടിൽ വളർന്നു തുടങ്ങി. പിന്നെയും നമ്മുടെ പ്രകൃതി സമ്പത്തിൻ കലവറ കണ്ടു വന്നു പലരും. ജൂതർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, അങ്ങനെ പല പല നാട്ടുകാർ കൂട്ടമായി എത്തി. ജൂതർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, അങ്ങനെ പല പല നാട്ടുകാർ കൂട്ടമായി എത്തി. വന്നവർ അവരവർ തന്നുടെ സംസ്കാരം അത് പകർന്നു തമ്മിൽ. ക്രിസ്തു ശിഷ്യനാം സെന്റ് തോമസിനാൽ സ്ഥാപിതമായൊരു സഭയെന്നാകിലും. ക്രിസ്തു ശിഷ്യനാം സെന്റ് തോമസിനാൽ സ്ഥാപിതമായൊരു സഭയെന്നാകിലും.
അവിടെയും വന്നു ദുരാചാരങ്ങൾ സ്ഥാപിത താല്പര്യം സംരക്ഷിപ്പോ അങ്ങനെ അങ്ങനെ സഭകൾ വളർന്നു പിളർന്നു പലവിധ സ്വാധീനത്താ അങ്ങനെ അങ്ങനെ സഭകൾ വളർന്നു പിളർന്നു പലവിധ സ്വാധീനത്താൽ വചനം പഠിച്ചും പൂർവീകന്മാർ സഭയിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി കഷ്ടത നിന്ദകൾ പലതും സഹിച്ചു അരിഷ്ടത നീങ്ങി പ്രാർത്ഥനയാലേ കഷ്ടത നിന്ദകൾ പലതും സഹിച്ചു അരിഷ്ടത നീങ്ങി പ്രാർത്ഥനയാലേ അധികാരം ധനം സകലം വെടിഞ്ഞു പതിവായി ബൈബിൾ പാരായണമായി നവീകരണത്തിൻ ആശയത്തോടെ നന്നായി ഭക്തർ ഇങ്ങനെ പാടി അതാ അങ്ങേ ആരാധിക്കാൻ നൽകൂ ഞങ്ങൾ കീവിടൊരു സഭയെ നാഥാ അങ്ങേ ആരാധിക്കാൻ നൽകൂ ഞങ്ങൾക്ക് ഇവിടൊരു സഭയെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയാലേ മാർത്തോമാ സഭ രൂപീകൃതമായി കല്ലും മണ്ണും ചുമന്നു പിതാക്കൾ പള്ളിക്കായി അവർ ദണ്ഡനമേറ്റു പാറബൽ ഹൃദയം ഉള്ളവർ പോലും ഏറെ ധനങ്ങൾ പള്ളിക്കേകി ഹൃദയം ഉള്ളവർ പോലും ഏറെ ധനങ്ങൾ പള്ളിക്കേകി അങ്ങനെ അങ്ങനെ സഭ വലുതായി പള്ളികൾ എണ്ണത്തിൽ അമ്പേ കൂടി സ്കൂളുകൾ കോളേജ് ഹോസ്പിറ്റലുകൾ പലതും സഭയങ്ങാരംഭിച്ചു പാവപ്പെട്ടവർ രോഗികൾ പീഡിതർ അവർ തൻ വളർച്ചയതൊന്നേ ലക്ഷ്യം പാവപ്പെട്ടവർ രോഗികൾ പീഡിതർ അവർ തൻ വളർച്ചയതൊന്നേ ലക്ഷ്യം കാലം പലതും അങ്ങനെ പോയി മാർത്തോമാക്കാർ പെരുകി നാട്ടിൽ പട്ടിണി മാറ്റിടുവാനായി ഗൾഫിലും സ്റ്റേറ്റ്സിലും ആളുകൾ പോയി അക്കൂട്ടത്തിൽ നമ്മുടെ കൂട്ടർ പോയി പല പല ഫോറിൻ രാജ്യം US UK മിഡിൽ ഈസ്റ്റ് അങ്ങനെ എല്ലായിടവും മാർത്തോമാക്കാർ US UK മിഡിൽ ഈസ്റ്റ് അങ്ങനെ എല്ലായിടവും മർത്തോമാക്കാർ കേരള നാടും സഭയും വളർന്നു ഡോളർ കേടി ദിർഹവും അതിന ഓലകൾ മേഞ്ഞ പള്ളികൾ പലതും ഓടുകൾ പാകിയ പള്ളികളായി ഓടുകൾ പാകിയ പള്ളികൾ ഇപ്പോൾ കോൺക്രീറ്റ് സീലിംഗ് AC ചർച്ചസ് ഓടുകൾ പാകിയ പള്ളികൾ ഇപ്പോൾ കോൺക്രീറ്റ് സീലിംഗ് AC ചർച്ചസ് കടലു കടന്ന് നമ്മുടെ കൂട്ടർ ഇവിടെ ഈ കുവൈറ്റിലും എത്തി പട്ടിണി മാറ്റാൻ കടലു കടന്നു നമ്മുടെ കൂട്ട കുവൈറ്റിലുമെത്തി പട്ടിണി മാറ്റാൻ ഓയിൽ കമ്പനി ഹോസ്പിറ്റലുകൾ മിനിസ്ട്രി അങ്ങനെ ജോലികൾ പലത് നാട്ടിലെ കഷ്ടത ഓർത്തവരിവിടെ പേശായി കേടികൾ സമ്പാദിച്ചു സാലറിയുടെ അത് നന്നാകിൽ വേവലയോടും മണി എക്സ്ചേഞ്ചിൽ കേടികളെല്ലാം നാട്ടിലയച്ചു വയറു നിറയ്ക്കാൻ കുബൂസ് മാത്രം കേടികളെല്ലാം നാട്ടിലയച്ചു വയറു നിറയ്ക്കാൻ കുബൂസ് മാത്രം വിസകൾ വാങ്ങി നാട്ടിലയച്ചു ബിസിനസ് ആയത് കൊണ്ടു നടന്നു വന്നു പലവിധ സ്നേഹിതരിവിടെ സ്വന്തക്കാരുമായി സെറ്റിലുമായി നാടും വീടും വിട്ടവർ പലരും ഒരുമിച്ചിവിടൊന്നാരാധിക്കാൻ ഒരുമയോടെ അവർ ഒന്നായി ചേർന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥന ചെയ്തു ഒരുമയോടെ അവർ ഒന്നായി ചേർന്നു ഒരു മനസ്സോടെ പ്രാർത്ഥന ചെയ്തു പ്രാർത്ഥനയ്ക്കുത്തരം അരുളി ദൈവം പാവനമായൊരു പള്ളിയുമേകി കാലം പലതും അങ്ങനെ പോയി കേടികൾ കുമിഞ്ഞു കുവൈറ്റിലെ ചർച്ചിൽ കാലം പലതും അങ്ങനെ പോയി കേടികൾ കുമിഞ്ഞു കുവൈറ്റിലെ ചർച്ചിൽ നാട്ടിലെ പലവിധ താപ്പാനകളും കൂട്ടമായെത്തി ഇവിടെ ഈ നാട്ടിൽ ഭരണഘടന അറിയാവുന്നവർ ഭരണം തങ്ങളുടെ കൈകളിലാക്കി 10 പിൽസിനു തർക്കമതുണ്ടിൽ 10 പേജുള്ള പ്രമേയമിറക്കും അങ്ങനെ കാലം ഓടിയകന്നു ചർച്ചിൽ ആളുകൾ പിന്നെയും കൂടി ആളുകൾ കൂടി കോലാഹലമായി പള്ളിക്കുള്ളിൽ സ്ഥലമില്ലാതായി ആളുകൾ കൂടി കോലാഹലമായി പള്ളിക്കുള്ളിൽ സ്ഥലമില്ലാതായി പള്ളിയിൽ കയറി പറ്റിയെന്നാലോ പള്ളക്കടിയും ഉന്തും തള്ളും
അച്ഛൻ ചൊൽവതു കാണണമെങ്കിൽ മുക്കാലിപ്പുറത്തേറിയിടണം. പ്രാർത്ഥന കൈ മുതൽ ഉള്ളൊരു കൂട്ടം ഏറ്റം ഖിന്നമോടാലോചിച്ചു. ചർച്ചകൾ തീരും മുമ്പേ കാര്യം മെത്രാച്ചന്റെ കാതിലുമെത്തി. പ്രാർത്ഥന കൈ മുതലുള്ളൊരു കൂട്ടം ഏറ്റവും ഖിന്നമോടാലോചിച്ചു. ചർച്ചകൾ തീരും മുമ്പേ കാര്യം മെത്രാച്ചന്റെ കാതിലുമെത്തി. മെത്രാന്മാരും സമിതിക്കാരും കുത്തിയിരുന്നു പഠിച്ചു പ്രശ്നം. പുതിയൊരു ചർച്ചെന്നാശയമേകി പുതിയൊരു പള്ളി സാങ്ഷൻ കിട്ടി. സെന്റ് തോമസിൻ പാരമ്പര്യവും സെന്റ് തോമസ് എന്നു പേരും നൽകി. പുത്തൻ പള്ളിയെ നോക്കി നടത്താൻ സണ്ണി തോമസ് അച്ഛനുമെത്തി. പട്ടക്കാരനും പള്ളിക്കാരും ഏകമനസ്സോടാരാധിച്ചു. പട്ടക്കാരനും പള്ളിക്കാരും ഏകമനസ്സോടാരാധിച്ചു. അങ്ങനെ ഇടവക വളർന്നു വലുതായി ആത്മിക ഭൗതിക കൃപകളതോടെ ആണ്ടുകൾ പലതും അങ്ങനെ പോയി. ആഗതനായി പുതിയ കശീശ റാന്നിക്കാരൻ. പുതിയ കശീശ തോമസ് കോശി പനച്ചിമുടച്ചൻ. റാന്നിക്കാരൻ പുതിയ കശീശ തോമസ് കോശി പനച്ചിമുടച്ചൻ. അച്ഛനെ കുറിച്ചിനി അറിയണമെങ്കിൽ അല്പം സംഗതി മുമ്പേ ചൊല്ലാം. ഗാന്ധി മാർഗം പത്യമതാണോ മോന്തായത്തിലും ഗാന്ധിച്ചിരിയ. വീട്ടിൽ ഖദറ നാട്ടിൽ ഖദറ കാപ്പ പോലും ഖദറിൽ വേണം. വീട്ടിൽ കതറ നാട്ടിൽ കതറ കാപ്പ പോലും കതറിൽ വേണം. വചനാഭ്യാസം തക്സാ പഠനം പുതിയൊരു കടന പളരി തുടങ്ങി. ദൂതുകൾ പറയാൻ മറ്റൊരു ശൈലി ധൂപക്കുറ്റി വീശാൻ പഠനം. അങ്ങനെ അച്ഛൻ പള്ളിക്കേകി ആത്മീക ഭൗതിക നന്മകളേറെ. അങ്ങനെ അച്ഛൻ പള്ളിക്കേകി ആത്മീക ഭൗതിക നന്മകളേറെ. ഇനി എന്താ? റാന്നിക്കാരൻ ജോണിക്കുട്ടി നാട്ടിൽ ചുറ്റി നടന്നൊരു കാലം. BSന് ഭാര്യ എംബസി വിസയെടുത്തയച്ചു ജോണിച്ചായൻ. അങ്ങനെ ഒരു നാൾ ജോണിക്കുട്ടി കുവൈറ്റ് എയർപോർട്ടിൽ കാലുകളൂന്നി. പള്ളിയിലെ ചില അച്ചായന്മാർ ജോണിക്കുട്ടിയെ കാണാൻ ചെന്നു. പള്ളിയിലെ ചില അച്ചായന്മാർ ജോണിക്കുട്ടിയെ കാണാൻ ചെന്നു. പള്ളികൾ പലതുണ്ടിവിടെ കുവൈറ്റിൽ നമ്മുടെ ചർച്ചതു മെച്ചമെന്നോതി. അച്ചായന്മാർ ചൊന്നതു കേട്ട് ജോണിക്കുട്ടി മെമ്പറുമായി. പള്ളിയിലെത്തിയ ജോണിക്കുട്ടി വെള്ളിടി വെട്ടിയ പോലെ നടുങ്ങി. ഉള്ളവരെല്ലാം പരിചയമുള്ളോ അച്ഛനാണേലും നെയ്ബർ തന്നെ. നാട്ടിൽ പള്ളിയിൽ കയറാത്തവരും സാൽമിയ പള്ളിയിൽ മുൻപിൽ തന്നെ. പള്ളിക്കുള്ളിലെ അലങ്കാരപ്പണി ജോണിക്കുട്ടിയെ ഞെട്ടിച്ചെന്നേ. പള്ളിക്കുള്ളിലെ അലങ്കാരപ്പണി ജോണിക്കുട്ടിയെ ഞെട്ടിച്ചെന്നേ. മുന്നിൽ പല പല TV സ്ക്രീനുകൾ, സൈഡിൽ വേറെയും TVകളുണ്ട്. പുറകിൽ പോയാൽ അവിടെയും ഷോയ, നാട്ടിലെ TV ഷോറൂം പോലെ. പള്ളി കൊയറിലെ പാട്ടുകൾ കേട്ട് തുള്ളിപ്പോയി ജോണിക്കുട്ടി. പള്ളിക്കൊയറിലെ പാട്ടുകൾ കേട്ട് തുള്ളിപ്പോയി ജോണിക്കുട്ടി. നീട്ടിക്കുറുക്കി കൂവിയും പിന്നെ നിലവിളി പോലെ പലവിധ ട്യൂണുകൾ. പിന്നീടാരോ ചൊല്ലിയതെല്ലാം 4 പാർട്സിന്റെ കളികളാണെന്ന്. പിന്നീടാരോ ചൊല്ലിയതെല്ലാം 4 പാർട്സിന്റെ കളികളാണെന്ന്. ഓർഗൻ TV മ്യൂസിക് സിസ്റ്റം നയന മനോഹരമാമൊരു മധുവ. ഇത്രയുമൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ ചൊല്ലി ജോണിക്കുട്ടി. ബണ്ടി ചോറാം കള്ളൻ നീ വഴി വന്നാൽ പോക്കും ഉള്ളതു മുഴുവൻ. ബണ്ടി ചോറാൻ കള്ളൻ ഈ വഴി വന്നാൽ പോക്കും.
ചുറ്റിലും നോക്കിയ ജോണിക്കുട്ടി ഹൈടെക് അച്ചായൻസിനെ കണ്ടു. പള്ളിയിലെ ചില അച്ചായന്മാർ വെള്ളക്കോളർ പണിയുള്ളോര. വെള്ളിയാഴ്ചകളിൽ പള്ളിയിലെത്തും വെള്ളിത്തിരയിലെ താരം പോലെ. വെള്ളിയാഴ്ചകളിൽ പള്ളിയിലെത്തും വെള്ളിത്തിരയിലെ താരം പോലെ. സൂട്ടും കോട്ടുമായി ഫോറിൻ സ്റ്റൈലിലും ഷർട്ടും മുണ്ടുമായി നാടൻ സ്റ്റൈലിലും. അപ്പോ നമ്മുടെ ചെറുപ്പക്കാരോ? അരിമണികൾ ചുറ്റി നടക്കും സാരി കണക്കെ പുള്ളി തുണിയാൽ. ഷർട്ടുമണിഞ്ഞര ഒട്ടിയ ജീൻസും ഇട്ടും കൊണ്ടവരെത്തും ചർച്ചിൽ. മണികൾ ചുറ്റി നടക്കും സാരി കണക്കെ പുള്ളി തുണിയ. ഷർട്ടുമണിഞ്ഞര ഒട്ടിയ ജീൻസും ഇട്ടും കൊണ്ടവരെത്തും ചർച്ചിൽ. അപ്പൊ നമ്മുടെ അമ്മാമ്മമാരോ? സ്പെഷ്യൽ ചെയ്തൊരു ഫേസുമയത്തും ഫാഷൻ ലേഡികൾ നമ്മുടെ ചർച്ച. ഐശ്വര്യ റായ് എന്ന് നനച്ചവർ പൈശാചികമായി വേഷം കെട്ടി. 2 അടി 3 ഇഞ്ചുള്ളവർ പോലും 5 അടി ഹൈ ഹീൽ കൊണ്ടു നടപ്പാൻ. പളപളമിന്നും പട്ടുമുടുത്തവർ ഇളകും മേനി കുലുക്കി നടക്കും. ആരാധനയിൽ ഇവിടെ കാര്യം ആഘോഷിളമ്പ. ക്രിസ്മസ് സ്ക്വയറിന് പോയേ പറ്റൂ. വീട്ടിൽ വന്നാലീറ്റ പുലിയ. കാലുകൾ പോക്കി കൈകൾ വീശി കമ്മറ്റികളിൽ തുള്ളി ചാടും. മച്ചായന്മാർ പള്ളിയിൽ വന്നാൽ ഈറ്റപ്പുലിയ. കാലുകൾ പൊക്കി കൈകൾ വീശി കമ്മറ്റികളിൽ തുള്ളിച്ചാടും. കാര്യം ഇങ്ങനെയായെന്നാകിലും വീര്യം പോകും ഭാര്യയെ കണ്ട. വീട്ടിൽ മക്കൾ മുൻപിൽ പോലും മൂക്കും പൊത്തി നിൽക്കും ഇഷ്ടം. ഇത്രയുമൊക്കെ നടത്തുന്നോരോ മെത്രാൻ വന്നാൽ ഡീസന്റ് ആകും. തിരുമേനി അവൻ ഈ വഴി വന്നാൽ താഴെ ഇറക്കും അച്ചായന്മാർ. കൈമുത്തിയിടും ഡിന്നർ ഒരുക്കും അച്ഛൻ ഫ്രൈ അത് സ്പെഷ്യൽ വെക്കും. കൈമുത്തിയിടും ഡിന്നർ ഒരുക്കും അച്ഛൻ ഫ്രൈ അത് സ്പെഷ്യലായി വെക്കും. ഭക്തജനങ്ങൾ ബൈബിളുമായി പള്ളിയിൽ വന്നത് പഴയൊരു കാലം. ഇപ്പോൾ ഭക്തർ പള്ളിയിലെത്തും ആപ്പിൾ സാംസങ് ഫോണുകളോടെ. വചനം കേൾക്കും നേരം പോലും സ്മാർട്ട് ഫോൺ സ്ക്രീനിൽ തോണ്ടിയിരിക്കും. കോട്ടും ഫോണും കൂളിംഗ് ഗ്ലാസും ഇക്കൂട്ടർക്കും ബലഹീനതയാ. കോട്ടും ഫോണും കൂളിംഗ് ഗ്ലാസും ഇക്കൂട്ടർക്കും ബലഹീനതയാ. നവീകരണത്തിനാശയമേകി നവമായി സഭയൊന്നാരംഭിച്ചു. എന്നിട്ടിപ്പോൾ എന്തായെന്നോ ചിന്തിച്ചിടിലൊരന്തവുമില്ല. എന്നിട്ടിപ്പോൾ എന്തായെന്നോ ചിന്തിച്ചിടിലൊരന്തവുമില്ല. കാശിനു പഞ്ഞം ഉള്ളൊരു കാലം കൂട്ടമായി നിന്നു ജനമെല്ലാരും. ഇപ്പോൾ കാശിനു പഞ്ഞം നീങ്ങി അപ്പോൾ ജനങ്ങൾ തമ്മിൽ തല്ലായി. കാശിന് പഞ്ഞം ഉള്ളൊരു കാലം കൂട്ടമായി നിന്നു ജനമെല്ലാരും. ഇപ്പോൾ കാശിന് പഞ്ഞം നീങ്ങി അപ്പോൾ ജനങ്ങൾ തമ്മിൽ തല്ലായി. ഇങ്ങനെ പോയാൽ നമ്മുടെ സഭയിൽ ആളുകൾ എങ്ങനെ ആരാധിക്കും? പിളർപ്പും തിരിവും സഭയുടെ എണ്ണോ, പിന്നെ പിരിവും പണമിടപാടും. ആളും തിരിവും സഭയുടെ എണ്ണോ, പിന്നെ പിരിവും പണമിടപാടും. ആളുകൾ ഇങ്ങനെയായെന്നാകിൽ ഇടവകയിൻ ഗതി എന്തായിടും? എന്നെ കേൾക്കും ഇടവക ജനമേ, നമ്മൾക്ക് ഈ ഗതി ഭൂഷണമാണോ? മക്കൾ കണ്ടു വളർന്നു വരുമ്പോൾ തർക്കം ചൊല്ലി തല്ലിപ്പിരിയും. മക്കൾ കണ്ടു വളർന്നു വരുമ്പോൾ തർക്കം ചൊല്ലി തല്ലിപ്പിരിയും. മറ്റൊരു സഭയിലെ പാസ്റ്ററെ തേടി മക്കൾ മതിലുകൾ ചാടും മുൻപേ മാനസാന്തര മനമുള്ളവരായി ഭക്തരെ നിങ്ങൾ മാറിയിടണം. മാനസാന്തര മനമുള്ളവരെ ഭക്തരെ നിങ്ങൾ മാറിയിടണം.
സന്മാർഗത്തിൻ പാതയിലൂടെ മക്കളെ നിങ്ങൾ വളർത്തിയിടണം. സന്മാർഗത്തിൻ പാതയിലൂടെ മക്കളെ നിങ്ങൾ വളർത്തിയിടണം. കോടീശ്വരനായി തീർന്നെന്നാലും സമ്പത്തെന്നത് മക്കൾ മാത്രം. കോടീശ്വരനായി തീർന്നെന്നാലും സമ്പത്തെന്നത് മക്കൾ മാത്രം. സഭയിൻ കഥ ഇതു കേട്ടതിനാലേ ഒത്തിരി നന്ദി നമസ്കാരങ്ങൾ. സഭയിൽ കഥ ഇത് കേട്ടതിനാല് ഒത്തിരി നന്ദി നമസ്കാരങ്ങൾ. സകലത്തിനും ഉടയവനാകും ഈശോയ്ക്കും ഞാൻ സ്തുതി ചൊല്ലുന്നേ. സകലത്തിനും ഉടയവനാകും ഈശോയ്ക്കും ഞാൻ സ്തുതി ചൊല്ലുന്നേ.